തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നതും സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം താമസിക്കുകയില്ല. ഹബക്കൂക്കിൻ്റെ വലിയൊരു പ്രത്യാശയായി. ഹബക്കൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദൈവത്തെ ആലിംഗനം ചെയ്യുന്നവൻ. വളരെ ശക്തമായിട്ടാണ് തൻ്റെ പ്രത്യാശ. ഹി നോസ് വാട്ട് യു നീഡ്. ഹി നോസ് യുവർ ഡ്രീം ആൻഡ് ഗോൾസ്. യു കീപ് ഓണറിങ് ഹിം ആൻഡ് ഡൂയിങ് ദ റൈറ്റ് തിങ്. ഹി ഈസ് ഗോയിങ് ടു മേക്ക് തിങ്സ് ഹാപ്പൻ ദാറ്റ് യു കുഡ് നെവർ മേക്ക് ഹാപ്പൻ. ചരിത്രത്തിൽ ഒരിക്കലും സാധിക്കാത്തത്, നാളിതുവരെ സാധിക്കാത്തത് ദൈവം തന്നെ കൊണ്ട് സാധിപ്പിച്ചെടുക്കും. ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട്, ദൈവത്തെ മാത്രം ആരാധിച്ച് ആ ദൈവീയ ഭയത്തിൽ മുൻപോട്ട് പോയാൽ, ഹബക്കൂക്ക് ചെയ്തതുപോലെ ദൈവത്തെ ആലിംഗനം ചെയ്ത് ദൈവത്തെ മാത്രം സ്നേഹിച്ച് മുൻപോട്ട് പോയാൽ ദൈവം നിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവികമായ ചിന്തകളിൽ നിൻ്റെ മക്കളുടെ ഉള്ളിലുള്ള ദൈവിക സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു കൊടുക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, ലോകമെമ്പാടും വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നവർ, വിശ്വാസത്തിൽ ഉറച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ശരണപ്പെട്ട് കഴിയുന്നവർ, അവരുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ കൽപ്പിക്കുന്നത് പോലെ ജീവിച്ച് ദൈവകൃപ, ദൈവശക്തി പ്രാപിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.